2018 പ്രതീക്ഷിച്ച വിജയം കൈവരിക്കാതെ പോയ ഒരു പിടി നല്ല ചിത്രങ്ങളിലൊന്നാണ് ഡിനു തോമസ് സീലൻ സംവിധാനം ചെയ്ത കൂദാശ. ത്രില്ലർ സ്വഭാവമുള്ള മികച്ചതെന്ന് കണ്ടവരൊക്കെ പറഞ്ഞിട്ടും തിയേറ്ററിൽ ചിത്രമത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. DVD എടുത്താണെങ്കിലും കൂദാശ കാണണമെന്ന് ആവശ്യപ്പെടുകയാണ് താരപരിവേഷം കണക്കാക്കാതെ പ്രേക്ഷകരെ തിയേറ്ററിലേക്ക് എത്തിക്കുന്ന ചുരുക്കം ചില സംവിധായകരിൽ ഒരാളായ ജിത്തു ജോസഫ്. ഫേസ്ബുക്ക് ലൈവിലൂടെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. നല്ല കഥകളുമായി അഭിനേതാക്കളെ ലഭിക്കാതെ കഴിവുള്ള നല്ല ചെറുപ്പക്കാരുണ്ടെന്നും അവർക്ക് താരങ്ങളുടെ അടുത്തെത്താൻ ഒരു വേദി ഒരുങ്ങണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ജിത്തു ജോസഫിന്റെ വാക്കുകൾ ഇങ്ങനെ: കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ജോസഫ് എന്ന ചിത്രത്തെക്കുറിച്ച് പറയാനായി ഞാൻ എത്തിയിരുന്നു. ഇപ്പോൾ മറ്റൊരു ചിത്രത്തെക്കുറിച്ച് പറയാനാണ് വന്നത്, കൂദാശ. നിർഭാഗ്യവശാൽ ഈ ചിത്രം ഇപ്പോൾ തിയേറ്ററുകളിൽ ഓടുന്നില്ല. എനിക്കും ഇത് തിയേറ്ററിൽ പോയി കാണാനുള്ള അവസരമുണ്ടായില്ല. DVD എടുത്താണ് കണ്ടത്. അത്യാവശ്യം ത്രില്ലറുകൾ ചെയ്തിട്ടുള്ള ആളെന്ന നിലയിൽ അത്തരം ചിത്രങ്ങൾ ഇഷ്ടമായതുകൊണ്ടും ഞാൻ അതെടുത്തു കണ്ടതാണ്. ശരിക്കും ഞെട്ടിപ്പോയി. എനിക്കൊരു സങ്കടമാണ് നിങ്ങളോട് പറയാനുള്ളത്. ഈ ചിത്രം എഴുതി സംവിധാനം ചെയ്ത ഡിനോ തോമസിനെ കുറിച്ചും ചിത്രത്തിലെ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ച ബാബുരാജിനെ കുറിച്ചും അറിയാൻ ശ്രമിക്കണം. DVD എടുത്തെങ്കിലും കൂദാശ കാണണം. എല്ലാവർക്കും ഓരോ ഇമേജ് വന്നു വീഴും. നടനായാലും സംവിധായകനായാലും സംഗീത സംവിധായകരായാലും എഡിറ്റേഴ്സ്, അങ്ങനെ എല്ലാവർക്കും അത് ബാധകമാണ്. ആ ഇമേജ് വെച്ച് ആ ആളുകൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടാറുമുണ്ട്. കൂദാശ കണ്ടുകഴിഞ്ഞ സമയത്തെ ആ ഒരു മാനസികാവസ്ഥയിലാണ് ഞാനിത് പറയുന്നത്. ബാബുരാജ് എന്ന നടൻ സ്വന്തം പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് അതിമനോഹരമായി ചെയ്ത ഒരു സിനിമയായിട്ടാണ് തോന്നുന്നത്. ഒരുപക്ഷെ ഡിനു തോമസ് എന്ന സംവിധായകനെ കുറിച്ച് കേട്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കാം തിയേറ്ററിൽ ചിത്രത്തിന് വലിയ സ്വീകാര്യത ലഭിക്കാതിരുന്നത്. അധികം തിയേറ്ററുകൾ കിട്ടിയില്ലെന്നും അറിയാൻ കഴിഞ്ഞു. ഇതൊരു എക്സലന്റ് ത്രില്ലറാണ്. സാമ്പത്തിക പ്രശ്നങ്ങളും മറ്റും മാറ്റി നിർത്തിയാൽ ഇതൊരു വെൽ മെയ്ഡ് സിനിമയാണ്. അതിന്റെ സ്ക്രിപ്റ്റ്, സിനിമയ്ക്ക് പിന്നിലെ ചിന്ത ലോകത്തിൽ ഇന്നേ വരെ ആരും ചെയ്തിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. എഡ്ജ് ഓഫ് ദ സീറ്റിലിരുത്തുന്ന സംഭവമാണ്. അടുത്തത് ഇങ്ങനെയാകും അങ്ങനെയാകും എന്നെല്ലാം ആന്റിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ സിനിമയിൽ ഓരോ സീനും കാണുമ്പോൾ എന്റെ ചിന്തകളെയെല്ലാം മാറ്റിയും മറിച്ചുമൊക്കെ കൊണ്ടുപോയൊരു സിനിമയാണിത്. അതൊരു എഴുത്തുകാരന്റെയും സംവിധായകന്റെയും കഴിവ് തന്നെയാണ്. ഞാനടക്കമുള്ള സമൂഹത്തിന് സംഭവിക്കുന്ന വലിയൊരു പിഴവുണ്ട്. പല ആർട്ടിസ്റ്റുകളെയും സൈഡ് ലൈൻ ചെയ്തു നിർത്തും. അങ്ങനെ സൈഡ് ലൈൻ ചെയ്യപ്പെടാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഡിറ്റക്റ്റീവ് തൊട്ടിങ്ങോട്ട് ത്രില്ലർ സ്വഭാവമുള്ള സിനിമകൾ ചെയ്തത്. വില്ലൻ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് മറ്റു പല കഥാപാത്രങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നത് പലപ്പോഴും വിസ്മരിക്കപ്പെടുന്ന ഒന്നാണ്. എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ചിത്രമെടുക്കാൻ കഴിഞ്ഞില്ല എന്നുവരെ ചിന്തിച്ചു പോവുകയാണ്. ഈ ചിത്രത്തെ പറ്റി മുമ്പേ അറിഞ്ഞിരുന്ന എന്റെ ഭാര്യ എന്നോട് പറഞ്ഞു. സ്ക്രിപ്റ്റുമായി ഒരുപാട് ആർട്ടിസ്റ്റുകളെ സമീപിച്ചിരുന്നു. ഒടുവിലാണ് ബാബുരാജിനെ കണ്ടതും സ്ക്രിപ്റ്റ് കേട്ട് ചെയ്യാമെന്ന് സമ്മതിച്ചതും. ഇങ്ങനെയുള്ള നല്ല സംവിധായകർക്ക് ആർട്ടിസ്റ്റുകൾക്കരികിലെത്താൻ ഒരു വേദി വേണമെന്ന് തോന്നാറുണ്ട്. കഴിവുള്ള നല്ല ചെറുപ്പക്കാർ പുറത്തു നിൽക്കുന്നു, നല്ല കഥകളുമായി അഭിനേതാക്കളെ ലഭിക്കാതെ. ഈ അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ എന്തെങ്കിലും ഒരു സംവിധാനം വേണമെന്നാണ് തോന്നുന്നത്. ത്രില്ലർ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ എൻജോയ് ചെയ്യും ഈ ചിത്രം. കുറെ നാളുകൾക്ക് ശേഷം വളരെ മനോഹരമായ ഒരു സിനിമ കണ്ടു എന്ന് വേണേൽ പറയാം. ഇപ്പോഴും ആ സിനിമ എന്നെ ഹോണ്ട് ചെയ്യുക. ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ടും അതെന്നെ വിട്ടുപോകുന്നില്ല. അതിനകത്തെ ക്യാരക്ടേഴ്സും ഒന്നും. പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് ജോജുവിന്റെ പെർഫോമൻസ്. അതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിന്റെ ഡയറക്ടർ പത്മകുമാർ, പപ്പേട്ടെന്ന് ഞങ്ങളൊക്കെ വിളിക്കുന്ന അദ്ദേഹം മനോഹരമായിട്ട് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ സ്ക്രിപ്റ്റിംഗ് കൊള്ളാം. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ഫോട്ടോഗ്രാഫി, ടോട്ടാലിറ്റിയിൽ ഒരു നല്ല ഒരു ഫീൽ ഗുഡ് സിനിമയാണ്. എന്റെ ഒരു സങ്കടമാണ്. അതിനകത്ത് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവാം. എങ്കിലും ഞാൻ എന്റെ ഒരു സങ്കടം പറയുകയാണ്. അക്കൂട്ടത്തിൽ ഈ സങ്കടമൊക്കെ പറയുന്നതിന്റെ പിന്നിൽ ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ. DVD എടുത്തെങ്കിലും ഈ സിനിമ എഴുതി സംവിധാനം ചെയ്ത ഡിനോ തോമസിനെ കുറിച്ചും ആക്ച്വലി ഇതൊരു എക്സലന്റ് ത്രില്ലറാണ്. തീർച്ചയായിട്ടും നിങ്ങളിത് ഈ സിനിമ മിസ് ചെയ്യരുത്. തിയേറ്ററുകളിലില്ല എങ്കിലും DVD എടുത്തെങ്കിലും നിങ്ങളെ കാണണം.